പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ, മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുകയാ, നിങ്ങൾ തൗബ ചെയ്യണേ. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നിഷ്കളങ്കമായ തൗബ നിങ്ങൾ ചെയ്യണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ നമ്മുടെ തൗബയാകേണ്ടത് നിഷ്കളങ്കമായ തൗബയാകണം, ആത്മാർത്ഥമായ തൗബയാകണം. അങ്ങനെ നമ്മൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ, ഒരു പാപത്തിൽ നിന്ന് നമ്മൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് പിശാചിന്റെ ദുർബോധനം കടന്നു വരും. പിശാച് നമ്മെ വീണ്ടും പ്രേരിപ്പിക്കും. കാരണം എന്താ? പിശാചിന് അതിനുള്ള കഴിവെന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ് ദം. മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം ബ്ലഡ് സഞ്ചരിക്കുന്നുവോ അവിടെ മുഴുവനും പിശാചിന് കടക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം ബ്ലഡ് സഞ്ചരിക്കുന്നുവോ അവിടെയെല്ലാം പിശാചിന് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി സഞ്ചരിക്കാൻ വരെ അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും പിശാചിന് ഫിത്നകളും പ്രശ്നങ്ങളും വഴിപിഴപ്പിക്കാനും കഴിയുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം ബ്ലഡ് സഞ്ചരിക്കുന്നുവോ മുഴുവൻ ഭാഗങ്ങളിലും സഞ്ചരിക്കുന്ന പോലെ പിശാചിന് നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അവന് ഫിത്നകളും പ്രശ്നങ്ങളും അവൻ അഴിച്ചുവിടാൻ കഴിയും. എന്നതുപോലെ നമ്മുടെ ശരീരത്തിൽ എത്ര സ്പീഡിനാണോ രക്തം സഞ്ചരിക്കുന്നത് അതുപോലെ പിശാചിന് ഒരു വ്യക്തിയെ അത്ര പെട്ടെന്ന് തന്നെ ഫിത്നയിൽ അകപ്പെടുത്താനും കഴിയുന്നതാണ്. അതുകൊണ്ട് പിശാച് നമ്മെ വളരെയേറെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മെ വഴിപിഴപ്പിക്കാൻ, നമ്മെ ഫിത്നയിൽ അകപ്പെടുത്താൻ പിശാച് കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മുടെ മനസ്സുകളിലേക്ക് പിശാചിന്റെ ദുർബോധനം കടന്നു വരുമ്പോ തൗബ ചെയ്ത, ആത്മാർത്ഥമായി തൗബ ചെയ്ത മനുഷ്യനാണെങ്കിൽ ആ തെറ്റിലേക്ക് പിന്നെ പോകാൻ അവന് തോന്നില്ല. തൗബ സ്വീകരിക്കപ്പെട്ട മനുഷ്യനാണെങ്കിൽ ആ ശൈത്താന്റെ പ്രേരണ വന്നാലും അവന്റെ മനസ്സ്